നമസ്കാരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ പുതിയ അന്വേഷണം വന്നതോടെ CPM അങ്കലാപ്പിലാണ്. വിവാദ സ്ക്രീൻഷോട്ട് വന്ന വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുണ്ടായ അന്വേഷണം എങ്ങുമെത്തിയിരുന്നില്ല. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ പോലീസ് ചോദ്യം ചെയ്യാനിരിക്കെ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞിരിക്കെയാണ് കേസിലെ മുഖ്യ ആരോപിതനായ റിബേഷ് രാമകൃഷ്ണൻ. ഇത് അറസ്റ്റ് ഭയന്നാണെന്നാണ് പറയുന്നത്. റിബേഷ് രാമകൃഷ്ണനൊപ്പം മനീഷ്, അതുൽ എന്നീ DYFI പ്രവർത്തകരെയും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം വന്നു എന്ന് പറയുന്ന റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് അതുലും മനീഷും. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഒരു മുസ്ലിമായി ചിത്രീകരിച്ചും എതിർ സ്ഥാനാർത്ഥിയായ LDFന്റെ KK ശൈലജയെ മറ്റേയാൾ ഒരു കാഫിർ സ്ത്രീയാണെന്ന് വിശേഷിപ്പിച്ചുമായിരുന്നു കുപ്രചരണം. ഇതിന്റെ അവസാനം നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ച് വോട്ടർമാർക്കിടയിൽ മതപരമായ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന സന്ദേശമായിരുന്നു സ്ക്രീൻഷോട്ടിലുണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന്റെയും UDFന്റെയും പ്രവർത്തകർ ചേർന്ന് KK ശൈലജയ്ക്കെതിരെ ഇത്തരത്തിൽ വോട്ട് ചോദിക്കുന്നു എന്ന രീതിയിലാണ് ഈ വ്യാജ ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ആദ്യം ഇടത് സർക്കിളുകൾ ഇത് പ്രചരിപ്പിച്ചുവെങ്കിലും UDF ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതോടെ CPM പ്രതിരോധത്തിലായി. മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമാണ് ഈ സന്ദേശം ആദ്യം പ്രചരിപ്പിച്ചതെന്നാണ് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ആദ്യം ആരോപിച്ചിരുന്നത്. എന്നാൽ കാസിമിന് ഇതിൽ പങ്കുള്ളതായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. മാത്രമല്ല, സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ, പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഇടത് അനുകൂല സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുമാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. DYFI നേതാവും അധ്യാപകനുമായ റിബേഷ് രാമകൃഷ്ണനാണ് റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി പോസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. പക്ഷേ ഉറവിടം കണ്ടെത്താനായില്ല. റിബേഷ് രാമകൃഷ്ണൻ, പോരാളി ഷാജി പേജിന്റെ അഡ്മിൻ വഹാബ്, മറ്റ് ഇടത് പേജ് അഡ്മിന്മാരായ മനീഷ്, അമൽ, റാം എന്നിവരെ പോലീസ് അന്ന് ചോദ്യം ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടം തങ്ങൾക്കറിയില്ലെന്നായിരുന്നു ഇവരുടെ മൊഴി. ഇതോടെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. സ്ക്രീൻഷോട്ട് നിർമ്മിച്ച യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് പോലീസ് പിന്നീട് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും അന്വേഷണം വഴിമുട്ടുകയുമായിരുന്നു. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നതോടെയാണ് പുനരന്വേഷണം വന്നത്. യഥാർത്ഥ പ്രതികളെയും സന്ദേശത്തിന്റെ ഉറവിടവും കണ്ടെത്താനായി കോഴിക്കോട് റൂറൽ SPയുടെ നേതൃത്വത്തിൽ പുതിയൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘം ജൂൺ മാസത്തിൽ ആദ്യം യോഗം ചേർന്ന അന്വേഷണം പുനരാരംഭിച്ചു. പോസ്റ്റ് പങ്കുവച്ചവരെയും ഗ്രൂപ്പ് അഡ്മിന്മാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. സന്ദേശത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനായി മെറ്റയിൽ നിന്നുള്ള വിവരങ്ങളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കാത്തിരിക്കുകയാണ്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് കേസിലെ പ്രധാന പ്രതിയെന്ന ആരോപണമുയർന്ന റിബേഷ് DYFI ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. എന്നാൽ ബ്ലോക്ക് കമ്മിറ്റി അംഗമായി തുടരുകയും ചെയ്യും. കേസിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ DYFI തിരുവള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗവും വടകര സ്ക്വാഡ് എന്ന സൈബർ ഗ്രൂപ്പിന്റെ അഡ്മിനുമായ ജിതിൻ ഭാസ്കറിലേക്കും SITയുടെ അന്വേഷണം എത്തി നിൽക്കുകയാണ്. CPM അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. വിവാദമായ ഈ ചിത്രം പങ്കുവച്ച ഗ്രൂപ്പുകളിലൊന്നിന്റെ അഡ്മിനായ ജിതിൻ ഭാസ്കറുടെ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. എന്നാൽ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടം തനിക്ക് അറിയില്ലെന്നായിരുന്നു ഇയാൾ പോലീസിന് മൊഴി നൽകിയത്.